2020 നീറ്റ് എക്സാമിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിജയശതമാനവുമായി റാം ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രം 21ാം വയസ്സിലേക്ക് ജൈത്രയാത്ര തുടരുന്നു. രാജേഷ് അക്കാഡമി ഓഫ് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിംഗ് കൊച്ചുള്ളൂർ ട്രിവാൻഡ്രം. അതിവിശാലമായ ക്ലാസ് റൂം, ഹോംലി അറ്റ്മോസ്ഫിയർ. എൻ്റെ പേര് നീലാഞ്ജന ജൂലിയസ്. ഞാൻ 18-19 ബാച്ചാണ്. ഫസ്റ്റ് ചാൻസ് തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിട്ടി. എൻ്റെ കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവണമെന്ന്. ഇവിടുത്തെ കോച്ചിങ്ങും ഗൈഡൻസും കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ചാൻസ് തന്നെ എനിക്ക് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ടീച്ചിങ് ആയാലും സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും നീറ്റ് പ്രിപ്പറേഷൻ വേണ്ടി പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സപ്പോർട്ടാണ് അവർ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഏത് ഡൗട്ടും ഏത് സമയവും നമുക്ക് ക്ലിയർ ആണ്. അവർ ഭയങ്കര കോൺഫിഡൻറ്റും നമ്മുടെ ഒരു സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു. 80 വിദ്യാർത്ഥികളിൽ 30 പേർക്കും ആദ്യ ചാൻസിൽ MBBS നേടിയതിലൂടെ കേരളത്തിലെ ഏറ്റവും വലിയ വിജയശതമാനവുമായി റാം എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിജയയാത്ര തുടരുന്നു. ബോർഡ് എക്സാമിനായാലും അതേപോലെ എൻട്രൻസ് കോച്ചിങ്ങിലായാലും റാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോച്ചിങ് ഒരേപോലെ യൂസ്ഫുള്ളും എഫക്റ്റീവും ആണ്. റാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് ശേഷം ഈവനിങ്സിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനും അതേപോലെ എല്ലാം റിവൈസ് ചെയ്യാനും ഒരു ഓൺലൈൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈക്വലി യൂസ്ഫുൾ ആൻഡ് സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ആദിത്യ. ഞാനിവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. എൻ്റെ എൻട്രൻസ് കോച്ചിങ് റാം അക്കാഡമിയിലായിരുന്നു. നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹാർഡ് വർക്ക് മാത്രമല്ല പ്രോപ്പറായിട്ട് ഒരു കോച്ചിങ് കൂടി വേണം. എനിക്കിവിടെ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് കിട്ടിയത് കൊണ്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. സാറിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങളിവിടെ 11th 12th ഞാൻ ഇവിടെയാണ് പഠിച്ചത്. പിന്നെ സാർ ബോർഡും എൻട്രൻസും ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ഫാക്കൽറ്റിയും ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഫാക്കൽറ്റീസാണ്. പിന്നെ സാർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും, ഒരുപാട് എക്സാംസ് എഴുതിപ്പിക്കും. എക്സാംസ് എഴുതുമ്പോൾ ഒരു ഉപയോഗം നമുക്ക് എക്സാം എന്താണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ടൈം മാനേജ്മെൻ്റ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല ശരിക്കുമുള്ള എക്സാം എഴുതുമ്പോൾ കുറേ കൂടി ടെൻഷൻ കുറഞ്ഞിരിക്കും. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ അംബിഷൻ ഡോക്ടർ ആവണമെന്നായിരുന്നു. അതിന് പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് ഇവിടെ നിന്ന് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റി. എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ ഇവിടെ 2018 റാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫോമർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഡോക്ടറാണെന്ന് വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. രാജസ്ഥാനിൽ വളരെ നല്ല കോച്ചിങ് കാരണം അതെനിക്ക് സാധിക്കാൻ പറ്റി. ഞങ്ങൾക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റി. അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാമിന് അത് വളരെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും വളരെ നല്ല സ്കോർ നേടാനും സാധിച്ചു. പിന്നെ ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഏത് ടൈമിലും എപ്പോഴും വേണം ഡൗട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാമായിരുന്നു. അത് ക്ലാസ് നടക്കുമ്പോഴെന്നല്ല, വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ടൈമിൽ ഡൗട്ട്സ് വരുവാണെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. MBBS എന്ന എൻ്റെ ആഗ്രഹത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത് ട്രിവാൻഡ്രത്തുള്ള റാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാജേഷ് സാറും സുനിൽ സാറും പിന്നെ ഗീതാ മാമും തന്ന പ്രോപ്പർ ഗൈഡിങ്സ് കാരണമാണ് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എത്താൻ സാധിച്ചത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവരോട് കടപ്പെട്ടിരിക്കും. ഹായ്, ഞാൻ ദിനേശ് സുന്ദർ. ഇപ്പോൾ ഐസർ പൂനെ BSMS ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് പഠിക്കുന്നു. ഞാൻ രാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫസ്റ്റ് ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ 11th ചേച്ചിയുടെ ഒരു ഹെൽപ്പിലായിരുന്നു. ചേച്ചി ഇവിടുത്തെ പഴയ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ കേന്ദ്രീയ പട്ടത്തു നിന്ന് പഠിച്ച് 10th വരെ. 11th 12th ഈ റാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ച, വേറെ കോച്ചിങ് ഒന്നും പോയിട്ടില്ല. ഫസ്റ്റ് ചാൻസ് തന്നെ ഐസറിൽ കയറിയ. ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ ഫിസിക്സ് മേജർ എടുക്കാൻ പോകുന്നത്. അത് മെയിൻലി സുനിൽ സാർ ഇവിടുത്തെ റാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിസിക്സ് സാറായിട്ട് മെയിൻലി കാരണം. ഐ എം വെരി താങ്ക്ഫുൾ ടു റാം ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് to the staffs and teachers for helping to reach my ambition.
താങ്ക് യു. ഹായ്, എൻ്റെ പേര് ആദില മുഹമ്മദ്. ഞാൻ 2020 നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 3197 കേരള റാങ്ക് 543 ആണ് കിട്ടിയത്. ഇത്രയും വലിയൊരു സക്സസ്സിന് എനിക്ക് കിട്ടാൻ കാരണം റാംസ് അക്കാഡമി തന്നെയാണ്. സാറിൻ്റെ നോട്ട്സ്, പിന്നെ ഗീത മാമിൻ്റെ ബയോളജി, പിന്നെ സുനിൽ സാറിൻ്റെ ഫിസിക്സും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ആക്ച്വലി 10th ശേഷം ഇവിടെ തന്നെ ജോയിൻ ചെയ്യണം, വളരെ നല്ലൊരു സ്ഥലമാണെന്ന് പറഞ്ഞത്. പക്ഷെ അത് വളരെ ട്രൂ ആയിരുന്നു. നല്ലൊരു സ്ഥലം തന്നെയാണ്, എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു പഠിക്കാനൊക്കെ. ഇപ്പോൾ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് അഡ്മിഷൻ എടുത്തു. എൻ്റെ ഈ എല്ലാ സക്സസ്സിനും കാരണം റാംസ് അക്കാഡമി ആണെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇനി MBBSന് ശേഷം ഏതൊരു നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തന്നെ MD ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജനറൽ മെഡിസിൻ ഒക്കെയാണ്. അപ്പം റാം അക്കാഡമി എന്നെ ഈ ഒരു എയിമിലോട്ട് എത്തിക്കാൻ വളരെ സഹായിച്ചിട്ടുണ്ട്. ഹായ്, ഞാൻ വിഷ്ണു. ഞാൻ റാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2018-20 ബാച്ച് സ്റ്റുഡൻ്റാണ്. +1 +2 റാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇവിടുത്തെ രാജേഷ് സാറിൻ്റെ ഗൈഡൻസും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് വഴിയും കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായ കെമിസ്ട്രിയിൽ BSc കെമിസ്ട്രി ചെയ്യാൻ SM കോളേജ് ചെമ്പഴന്തിയിൽ BSc കെമിസ്ട്രി ചെയ്യാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. എൻ്റെ അഡ്മിഷനായ കോളേജ് വെച്ച പോസ്റ്റിലേക്ക് എത്തുവാൻ ഏറ്റവും നല്ല ഗൈഡൻസ് തന്ന രാജേഷ് സാറിനോടും അതുപോലെ തന്നെ ഇവിടുത്തെ റാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റീസായ സുനിൽ സാറിനോടും ഗീത ടീച്ചറിനോടും ഞാൻ എൻ്റെ കടപ്പാട് അറിയിച്ചു. നമസ്കാരം, എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ഞാൻ റാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. 2019 ഞാൻ ഇവിടെ പഠിച്ചിട്ട് നീറ്റ് എഴുതിയപ്പോൾ എനിക്ക് 14,000 ഓൾ ഇന്ത്യ റാങ്കും കേരള റാങ്ക് 1850 കിട്ടി. ഈ റാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോച്ചിങ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഫ്രഷർ എന്ന നിലയിൽ ഇത്രയും മികച്ചൊരു സ്കോറിലോട്ട് എത്താൻ പറ്റിയത്. ഇക്കഴിഞ്ഞ 2020 നീറ്റിൽ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1281 കേരള റാങ്ക് 216 ലഭിച്ചു. റാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബേസിക്സ് പഠിച്ചത് കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും നല്ലൊരു വിജയം അറ്റംപ്റ്റ് ചെയ്യാൻ സഹായിച്ചത്. ഇവിടുത്തെ കെമിസ്ട്രി ഹാൻഡിൽ ചെയ്യുന്ന രാജേഷ് സാറായാലും, ഫിസിക്സ് ഹാൻഡിൽ ചെയ്യുന്ന സുനിൽ സാറായാലും, ബയോളജി ഹാൻഡിൽ ചെയ്യുന്ന ഗീത ടീച്ചറും മറ്റ് സാറന്മാരായാലും വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന നോട്ട്സും മറ്റും പഠിച്ചതുകൊണ്ട് അതേ രീതിയിൽ തന്നെ എക്സാംസിനും മറ്റും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ വരുന്നതായതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ എക്സാം ഫേസ് ചെയ്യാനും കോൺഫിഡൻസോടെയും എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റി. ഞാനിപ്പം ജോയിൻ ചെയ്തിട്ടുള്ള ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ MBBS കോഴ്സിനാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് PG എടുക്കാനാണ് ആഗ്രഹം. ഇതൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയാം. ആ വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി സൃഷ്ടിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് റാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോച്ചിങ് ആണ്. അതുകൊണ്ട് റാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോച്ചിങ് കാരണമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ വിജയങ്ങൾ അറ്റൈൻ ചെയ്യാൻ സഹായിച്ചത് എന്നെനിക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു റാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽപ്പിംഗ് മീ ടു അച്ചീവ് മൈ ഡ്രീംസ് ഓഫ് ബിക്കമിങ് എ ഡോക്ടർ. ഞാൻ ആൽഫിൻ വിജയ്, ഇവിടുത്തെ റാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. റാം ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഇവിടെ പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനുള്ള കഴിവോ എല്ലാം ഒരുപോലെയുള്ള പിള്ളേരല്ല. ഒരു ഹെട്രോജനസ് മിക്സ്ചർ സ്റ്റുഡൻസാണ് ഇവിടെ വരുന്നത്. ഓരോ സ്റ്റുഡൻസിനും പഠിക്കാനുള്ള കഴിവ് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ 20ഓളം ടീച്ചേഴ്സുണ്ട്. എല്ലാ ടീച്ചേഴ്സും ഓരോ കുട്ടികളുടെ സ്ട്രോങ് ഏരിയ, എൻട്രൻസിന് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉണ്ട്. നീറ്റിന് എൻജിനീയറിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഉണ്ട്. അപ്പം ഓരോ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, ചില കുട്ടികൾ ഫിസിക്സിനായിരിക്കും സ്ട്രോങ്, ചിലർ കെമിസ്ട്രിക്കായിരിക്കും സ്ട്രോങ്,
അപ്പോൾ അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ കുട്ടികളെ വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് അവരെ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ വർഷത്തെ എൻട്രൻസ് റിസൾട്ട്. മെഡിസിനായാലും എഞ്ചിനീയറിങ്ങിനായാലും ഇവിടെ പഠിച്ചതിൽ 25% പിള്ളേരിൽ കൂടുതൽ മെറിറ്റിൽ പല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും IIT-യിലൊക്കെ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ടീച്ചേഴ്സിനെ ഇത്ര മണിക്കൂറുകൊണ്ട് ഒരു ചാപ്റ്റർ തീർക്കണം അങ്ങനെ ഒരു റെസ്ട്രിക്ഷനൊന്നുമില്ല. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റിലാക്സ്ഡായിട്ട് ഇപ്പോൾ വേണ്ടുന്നത്ര സമയമെടുത്ത് ഒരു ചാപ്റ്റർ കൈകാര്യം ചെയ്യാനും അതിലെ ക്വസ്റ്റ്യൻസ് വേണ്ടത്ര ക്വസ്റ്റ്യൻസ് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പിള്ളേരെ കൊണ്ട് ടെസ്റ്റ് ഇടിയിച്ചിട്ട് അവരെ ഡിസ്കഷൻ ചെയ്ത് തെറ്റെല്ലാം ശരിയാക്കാനും ഇനി അടുത്തൊരു ടെസ്റ്റ് കൂടി വരുമ്പോഴത്തേക്കും മുമ്പേ തെറ്റിയ ചോദ്യങ്ങളൊന്നും ഇനി തെറ്റാതിരിക്കാനായിട്ട് അവരെ ട്രെയിൻ ചെയ്യിക്കാനുമൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ റാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു അസറ്റാണ് സ്റ്റുഡൻസിന്. അപ്പോൾ ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിയായാലും അവരുടെ മാർക്കൊരു പ്രശ്നമല്ല. അവർക്ക് പഠിക്കാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിച്ച് തരും. നിങ്ങളുടെ കുട്ടിക്ക് എൻജിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണമെന്ന് നല്ലതായിട്ട് ആഗ്രഹമുണ്ട്, മാർക്കുണ്ട്, പഠിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ കുട്ടികളെ അവിടെ ചേർക്കും. ഞങ്ങൾ ടീച്ചേഴ്സ് അവരുടെ ഒപ്പം നിന്ന് അവരെ നീറ്റ് ക്വാളിഫൈ ചെയ്യാനും നീറ്റിന് നല്ല റാങ്ക് മേടിക്കാനും അല്ലെങ്കിൽ JEE അല്ലെങ്കിൽ കീം ഏത് എൻട്രൻസ് ആയാലും ഏത് കോമ്പറ്റീവ് എക്സാം ആയാലും അവരെ കൊണ്ട് നല്ല റാങ്ക് മേടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവരുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് അവരുടെ കഴിവിനനുസരിച്ചിട്ട് ഞങ്ങൾ അവർക്ക് കോച്ചിങ് കൊടുക്കുകയും അവർക്ക് നല്ല മാർക്ക് മേടിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. വർഷങ്ങളായിട്ട് റാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. ഇത് എൻ്റെ മാത്രമല്ല, ഇവിടെ മുൻപ് പഠിച്ച എല്ലാ വിദ്യാർത്ഥികളുടെ അഭിപ്രായം ഇത് തന്നെയാണ്. ലാണ് ഞാൻ ഈ സ്ഥാപനം ട്രിവാൻഡ്രത്ത് ആരംഭിക്കുന്നത്. ആദ്യകാലത്ത് കെമിസ്ട്രി ട്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കെമിസ്ട്രി ട്യൂഷന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരുന്നത് റാം എൻട്രൻസ് കോച്ചിങ്ങിനെയാണ്. അത് കഴിഞ്ഞ് ഏകദേശം 2015 ആയപ്പോൾ ഒരുപാട് കുട്ടികൾ ട്രിവാൻഡ്രത്ത് നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് എല്ലാ സബ്ജക്റ്റിനും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള കോച്ചിങ്ങിന് വേണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് പല പാരൻസും ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ 2017 ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും മാത്സിനും കമ്പൈൻഡ് ആയിട്ട് ഒരു റൂഫിൽ തന്നെ ഇതെല്ലാം വരത്തക്ക രീതിയിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അത് തിരുവനന്തപുരത്തെ 1-2 മേജർ സ്കൂളുകളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് 2019 എൻ്റെ ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 80ഓളം കുട്ടികളെയാണ് അതിന് അക്കോമഡേറ്റ് ചെയ്തിരുന്നത്. അതിൽ ഏകദേശം 20ഓളം കുട്ടികൾക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ മെഡിസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 2019 കഴിഞ്ഞ വർഷം ആ റിസൾട്ട് വന്നപ്പോൾ 80 കുട്ടികളിൽ 31 പേർക്കും ഫസ്റ്റ് ചാൻസ് തന്നെ മെഡിസിന് കിട്ടി. അതിനുശേഷം ഞങ്ങൾ എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ 4 തരം പ്രോഗ്രാമാണ് ഈ സ്ഥാപനത്തിൽ റൺ ചെയ്യുന്നത്. ഒന്ന്, കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 10ാം ക്ലാസ്സിലെ ICSE പഠിക്കുന്ന കുട്ടികൾക്കും 11ലും 12ലും CBSE സ്റ്റേറ്റ് ICSE സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കെമിസ്ട്രിക്ക് വേണ്ടി ട്യൂഷന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കെമിസ്ട്രിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന റാം എൻട്രൻസ് കോച്ചിങ്ങിനെയാണ്. ഒപ്പം നീറ്റിന് വേണ്ടി ട്രിവാൻഡ്രത്തെ മേജർ സ്കൂളുകളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം, സ്കൂൾ ഗോയിങ് പ്രോഗ്രാം. അതിൽ ഞങ്ങൾ 80 കുട്ടികളെ സെലക്ട് ചെയ്യാറുള്ളൂ. നമ്മുടെ എയിം തന്നെ ആ സെലക്ട് ചെയ്യുന്ന 80 കുട്ടികൾക്കും ഫസ്റ്റ് ചാൻസ് തന്നെ മെഡിസിന് കിട്ടുക. അതുപോലെ 80 കുട്ടികൾക്ക് ഫസ്റ്റ് ചാൻസിന് എഞ്ചിനീയറിങ്ങിന്. അപ്പോൾ എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും 80 വീതം കുട്ടികളെ സെലക്ട് ചെയ്ത് ആ 80 പേർക്കും കേരളത്തിലെയും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം. അത് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ സ്ക്രീനിങ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു ടെസ്റ്റിനെ ഒന്നും ബേസ് ചെയ്തല്ല, ഏറ്റവും ആദ്യം വന്നിരുന്ന 80 കുട്ടികൾക്ക് വീതം അഡ്മിഷൻ കൊടുക്കുന്ന രീതിയിലാണ് ആ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ പിന്നെ നമ്മൾ നടത്തുന്നത് വളരെ ചുരുക്കം കുട്ടികൾക്കായിട്ട് നീറ്റിന് വേണ്ടി ഒരു റിപ്പീറ്റഡ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും വളരെ ചുരുക്കം കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. സെലക്റ്റീവായിട്ട് വരുന്ന കുട്ടികൾക്ക്, ആദ്യം വരുന്ന ഒരു 80-90 കുട്ടികൾക്ക് മാത്രമാണ് റിപ്പീറ്റഡ് പ്രോഗ്രാമിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്.
അതുകൂടാതെ ക്രാഷ്, അതായത് +1 +2 കഴിഞ്ഞ് ബോർഡ് എക്സാം കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കായിട്ട് ഒരു ക്രാഷ് പ്രോഗ്രാം. അങ്ങനെ മെയിനായിട്ട് 4 തരം പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് കെമിസ്ട്രി ട്യൂഷൻ, 11th-ലും 12th-ലും പഠിക്കുന്ന കുട്ടികൾക്ക് കെമിസ്ട്രിക്ക് മാത്രമായി ട്യൂഷൻ. ഒപ്പം 10ാം ക്ലാസ്സിൽ ICSEക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് കെമിസ്ട്രി ട്യൂഷൻ. ഒപ്പം സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക് സ്കൂളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നീറ്റിനും എഞ്ചിനീയറിംഗിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം. അതുകൂടാതെ നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാം. ഒപ്പം +1 +2 കഴിഞ്ഞവർക്ക് ക്രാഷ് പ്രോഗ്രാം, അതായത് ബോർഡ് എക്സാം കഴിഞ്ഞതിന് ശേഷം എൻട്രൻസിന് മുന്നിലുള്ള ഒരു 40-45 ദിവസത്തെ പ്രോഗ്രാം. ഇവിടെ എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രോഗ്രാമാണ്. അതും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. എടുക്കുന്ന കുട്ടികൾക്കെല്ലാം ഏറ്റവും നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് പാരൻസിൻ്റെ എല്ലാ സപ്പോർട്ടോടുകൂടി നടത്തുന്ന പ്രോഗ്രാമുകളാണിത്. അപ്പോൾ നമ്മുടെ റിസൾട്ട് കണ്ടിട്ടാണ് സാധാരണഗതിയിൽ കുട്ടികൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഒരു വർഷം നമ്മൾ എടുക്കുന്ന കുട്ടികളിൽ ഇത്രയും വിജയ ശതമാനം കേരളത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല. ഫസ്റ്റ് ചാൻസിൽ തന്നെ 80 കുട്ടികളിൽ 31 പേർക്കും മെഡിസിൻ കിട്ടുക എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ഉയർന്ന വിജയ ശതമാനമാണ്, അതും ആദ്യ ചാൻസിൽ തന്നെ. അപ്പോൾ അടുത്ത വർഷം മുതൽ റിപ്പീറ്റ് പ്രോഗ്രാമും ക്രാഷ് പ്രോഗ്രാമും ഒക്കെ ഉണ്ട്. എല്ലാ കുട്ടികൾക്കും വളരെ ആദ്യം ജോയിൻ ചെയ്യുന്ന കുട്ടികൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ, അല്ലാതെ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൻ്റെയും ബേസിസിലല്ല. ഒപ്പം ഏതൊരു പാരൻറ്റും ഒരു കുട്ടിയെ നമ്മുടെ സ്ഥാപനത്തിൽ അയക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താം. ഒന്ന്, ഡിസിപ്ലിൻ. 2, അവരൊരു ഹോംലി അറ്റ്മോസ്ഫിയറിലായിരിക്കും. യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ കുട്ടികളെ, സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്നത്തെ ഒരു സോഷ്യൽ പ്രോബ്ലം തന്നെയാണ് കുട്ടികൾ അനുഭവിക്കുന്ന മെൻ്റൽ ടെൻഷൻ. ആ മെൻ്റൽ ടെൻഷൻ പരമാവധി കുറച്ച് മിനിമം കുട്ടികൾക്ക് കോച്ചിങ് നൽകുക എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഈ സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഉള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹോസ്റ്റൽ ഫെസിലിറ്റിയും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഹോംലി അറ്റ്മോസ്ഫിയറിലുള്ള ഹോസ്റ്റൽ, ലിമിറ്റഡ് കുട്ടികൾക്ക് മാത്രം, ഹോസ്റ്റൽ ബോയ്സിനും ഗേൾസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റാം എൻട്രൻസ് കോച്ചിങ്ങിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായും ക്ലാസ് റൂമുകളെല്ലാം ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മളും ഓൺലൈൻ കോച്ചിങ്ങും ഓഫ്ലൈൻ കോച്ചിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകണം. കുട്ടികൾക്ക് ഏത് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. ഓൺലൈൻ കോച്ചിങ് പ്രിഫർ ചെയ്യാം, ഓഫ്ലൈൻ കോച്ചിങ്, ക്ലാസ് റൂം കോച്ചിങ് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഈ 2 രീതിയിലും കുട്ടികൾക്ക് സ്മൂത്തായിട്ട് സ്റ്റഡി കൊണ്ടുപോകത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഈ വർഷം മുതൽ നമ്മുടെ കോച്ചിങ് പാറ്റേൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാം. അതെല്ലാം ഹോസ്റ്റൽ ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് കോവിഡിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കുകയും ഒപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം വീട്ടിലിരുന്ന് എല്ലാ ക്ലാസ്സുകളും, നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ലൈവ് സ്ട്രീമിലാണ്. അതായത് ഒന്നും റെക്കോർഡഡ് ക്ലാസ്സുകളില്ല, എല്ലാ ക്ലാസ്സും ലൈവായിട്ട് മൈക്രോസോഫ്റ്റ് ടീംസിൽ ക്ലാസ് റൂമിലാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നമ്മുടെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതും ഓരോ കുട്ടിക്കും പേഴ്സണൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് എല്ലാ കുട്ടികളെയും കൺസിഡർ ചെയ്തുകൊണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ പാരൻസ് കുട്ടികളെ കൊണ്ടാക്കുമ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കില്ല അവർ കുട്ടികളെ ഒരു കോഴ്സിന് ചേർക്കുന്നത്. ഞങ്ങൾ കുട്ടികളെ ശരിക്ക് ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടികളുടെ ടേസ്റ്റ് മനസ്സിലാക്കി അവർക്ക് വേണ്ട കോഴ്സ് സെലക്ട് ചെയ്ത് അതിന് വേണ്ട ഏറ്റവും മികച്ച കോച്ചിങ്ങാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായും ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതൽ കുട്ടികളെ എടുത്ത് റിസൾട്ട് ഉണ്ടാക്കുന്നതിലല്ല, മിനിമം കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് മാക്സിമം റിസൾട്ടിലേക്ക് എത്തിക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും വളരെ ലിമിറ്റഡ് കുട്ടികളെ മാത്രമേ ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. ആ അഡ്മിഷൻ കൊടുക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ചാൻസ് തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് കഴിഞ്ഞ വർഷം നമ്മൾ 80 കുട്ടികളെ സെലക്ട് ചെയ്തതിൽ 31 പേർക്കും ഗവൺമെൻറ് മെറിറ്റിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ ഏകദേശം 5ഓളം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടി, ജിപ്മറിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഒത്തിരി കുട്ടികളെ നമ്മൾ ഗവൺമെൻറ് സീറ്റിൽ തന്നെ ഫസ്റ്റ് ചാൻസ് തന്നെ അഡ്മിഷൻ നേടിക്കൊടുക്കാനായി. നമ്മുടെ എയിം തന്നെ എടുക്കുന്ന കുട്ടികളെ എല്ലാവർക്കും ഫസ്റ്റ് ചാൻസിൽ തന്നെ മെഡിസിനും എഞ്ചിനീയറിങ്ങിനും അഡ്മിഷൻ, അത് ഏറ്റവും മികച്ച കോളേജുകളിൽ തന്നെ അഡ്മിഷൻ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം 11th 12th കമ്പൈൻഡ് ബാച്ചിലേക്ക്, അതായത് ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ വേണ്ടി ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിക്കാവുന്നതാണ്. ഏകദേശം അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്രാഷ് കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 12th ബോർഡ് എക്സാം കഴിഞ്ഞാണ് നമ്മുടെ ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 12th പ്രോഗ്രാം
ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 11th 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം. ക്രാഷ് കോഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ എടുക്കാം. പിന്നെ നീറ്റ് റിപ്പീറ്റർ വരുന്നത്, എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും റിപ്പീറ്റർ പ്രോഗ്രാം വരുന്നത് അത് +2ൻ്റെയും നീറ്റിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യൂ. അപ്പോൾ 10th പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷന് വേണ്ടി നമ്മളെ സമീപിക്കാവുന്നതാണ്. ഒരു കാര്യം ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട, വളരെ ചുരുക്കം കുട്ടികളെ, വളരെ ലിമിറ്റഡ് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്താണ് നമ്മൾ ഈ റിസൾട്ടിലേക്ക് എത്തുന്നത്. 80 കുട്ടികളെ മാത്രമേ നമ്മളൊരു ബാച്ചിൽ സെലക്ട് ചെയ്യാറുള്ളൂ ഒരു പ്രോഗ്രാമിന് വേണ്ടി. അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്യാം.